ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാല് ഞാൻ വീടിന്റെ പ്രൂഫും കാര്യമെല്ലാം കാണിച്ചിട്ട് കുറച്ച് ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ ഞാൻ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ നിയാദിന്റെ കൂടെ ഉണ്ടായിട്ട് എന്റെ വീടിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒന്നും പെയിന്റ് പോലും അടിക്കാൻ ഇല്ലാത്ത ഇതായി. നമുക്ക് ഈ വീട് പെയിന്റെങ്കിലും അടിക്കണമെന്നുള്ളൊരു മോഹമുണ്ട്. അതിന് വരെ ഞാൻ ഇറക്കിയത് പൈസക്ക്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MRC തൊപ്പി ആന്റി ഗ്യാങ്, ഈ ഒരു ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ്. ഈ പറയുന്ന ഗ്യാങ് അടിച്ചു പിരിഞ്ഞു. മമ്മു, ഷമീർ തുടങ്ങിയവർ ഒരു ഗ്യാങ് ആയിട്ട് മാറി. റാംബോ, തൊപ്പി ഇവർ രണ്ടുപേരും മറ്റൊരു ഗ്യാങ് ആയിട്ട് മാറി. ഇപ്പൊ ഈ ഗ്യാങ് ഹൗസ് എല്ലാം മാറി ഇവര് വേറൊരു ഗ്യാങ് ഹൗസ് എടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തേക്ക് വന്നിരുന്നു. അതിനിടയ്ക്ക് ഈ പറയുന്ന മമ്മുവും ഷമീറും കൂടി ഒരു ലൈവിനകത്തൊക്കെ വന്നിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പി ഇവരെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. തൊപ്പിയുടെ ഇന്നർവെയർ വരെ ഇവരെ കൊണ്ട് അലക്കിക്കുമായിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഈ പറയുന്ന തൊപ്പിക്കെതിരെ ഇവർ ഉയർത്തുന്നുണ്ടായിരുന്നു. അതേപോലെ ഇവരുടെ ചാനലുകളിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ലൈവ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും അനുവദിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ പറയുന്ന തൊപ്പിക്കെതിരെ അല്ലെങ്കിൽ നിഹാദിനെതിരെ ഈ ഷമീറും മമ്മുവും ഉൾപ്പെടെ ആരോപണം ഉയർത്തിയത്. അതുകൂടാതെ ഈ പറയുന്ന മമ്മുവിനെ ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് മർദ്ദിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ധാരാളം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനിടയ്ക്ക് ഈ പറയുന്ന മമ്മു പറഞ്ഞിരുന്നു ഇയാളുടെ വീട് തീർത്തും ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ്, വീട് പുതുക്കി പണിയാൻ പോലും ഈ പറയുന്ന നിഹാദ് ഹെൽപ്പ് ചെയ്തിട്ടില്ല, പിന്നെ പഞ്ചായത്തുകാർ ഇടപെട്ടാണ് ഇദ്ദേഹത്തിന്റെ വീട് റിനോവേറ്റ് ചെയ്യാൻ സഹായിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഈ പറയുന്ന മമ്മുവിന്റെ ഹോം ടൂർ ഒന്ന് കാണാം. ഈ ഹോം ടൂർ ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിനോടും ഇൻഫ്ലുവൻസർമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ വീടിന് പ്രൈവസി ഉണ്ട്, അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നിടത്ത് നിന്നും തുടങ്ങും നിങ്ങളുടെ വീടിന്റെ കഷ്ടകാലം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടാണ് മധ്യപ്രദേശിൽ ഒരു യൂട്യൂബർ ഒരു ഹോം ടൂർ അങ്ങ് ചെയ്തു. വീട്ടിലേക്കുള്ള എല്ലാ വഴികളും അതാണെങ്കിൽ വീടിന്റെ എല്ലാ വാതിലുകളും ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന സ്വർണത്തിന്റെ തൂക്കം വരെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് വീഡിയോ ചെയ്തു, അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തു. ഈ വീഡിയോ കണ്ടത് സാധാരണ ജനങ്ങൾ മാത്രമല്ല ക്രിമിനൽസും ഉണ്ട്. അവർ വീട്ടിൽ കയറി വൈകിട്ട് ഇവരെല്ലാം കെട്ടിയിട്ട് ആ സ്വർണവും മണ്ടം അടിക്കേണ്ടി പോയി. അതുകൊണ്ട് തന്നെ പറയുന്നത്, ദയവ് ചെയ്ത് ഇത്തരം മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടരുത്. എന്തായാലും നമുക്ക് ഈ പറയുന്ന മമ്മുവിന്റെ ഹോം ടൂറിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ഈ വീട്ടിന്റെ സെന്റ് എത്ര സെന്റ് ഉണ്ടാവും? നമുക്കറിയാം എത്ര ഉണ്ടാവും? 10 സെന്റ് ഉണ്ടാവും. 10 സെന്റ് 10 ആ ഇതെന്ന് വെച്ചാൽ ഇത് ബേക്കില് മൊത്തം ഉണ്ട് കേട്ടാ. ബേക്കിൽ എന്തൊരു കൂട പോലത്തെ എന്തോ സംഭവം ഉണ്ട്. പിന്നെ ഇത് തറവാടാ, പണ്ടത്തെ തറവാടാണ്. പിന്നെ ഈ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയൊന്നല്ല ശരിക്കും വീട്. കാരണം ഈ ഓടൊന്നും ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടായത്. കാരണം മൊത്തം പൊട്ടി പൊള്ളിട്ട് ഇതായതാണ്. അതായത് ഈ മുമ്പാകം കണ്ടോ, അതെല്ലാം ഇങ്ങനെ ആയ സംഭവം. ഇതെല്ലാം ഇത് കണ്ടോ, ഇതിപ്പം വന്നതാട്ടാ. ഈ കമ്പി ഇതെല്ലാം ഇപ്പം വന്നതാ. അതായത് കഴിഞ്ഞ മഴക്കോ അതിനാട്ടാണ് ഉമ്മ പഞ്ചായത്തിൽ പോയിട്ട് എന്തോ എന്താ അതിന് പറയാ, പഞ്ചായത്തിൽ എഴുതി കൊടുക്കലേ. എഴുതി കൊടുക്കല്. അപ്പൊ ആടത്തെ 50,000 ഉറുപ്പ്യാട്ടം കിട്ടി. ബാക്കി എന്തോ 1,00,000 ഉറുപ്പ്യാട്ടം ആക്കാൻ ഇതുണ്ട്. 50,000 ഉറുപ്പ്യ കിട്ടി. അതേപോലെ ബാക്കി 50,000 ഉറുപ്പ്യ ഇടുന്നു ഇതാക്കി. പിന്നെ എന്നിട്ട് ഇപ്പം കുറെ കൊടുക്കാണ്ട്, പൈസ കൊടുക്കാണ്ട്. എത്രയോ പൈസേനെ കണക്കൊന്നും അറിയില്ല, എന്തോ കൂലീന്റെ കണക്കാട്ടാ. ആ കൂലീന്റെ പൈസ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആടെ 10,000 ഉറുപ്പ്യോ 5,000 ഉറുപ്പ്യ ഞാൻ ചോദിച്ചത്. പക്ഷെ കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ കുറെ ഇറങ്ങിയിട്ടെല്ലാം അല്ലറ ചില്ലറ 5,000 ഉറുപ്പ്യ എല്ലാം 3,000 ഉറുപ്പ്യ എല്ലാം കിട്ടും. അപ്പൊ ഇതാണ് ഈ പയ്യൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവന്റെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം അറിയത്തില്ല. സ്വന്തം വീട് എത്ര സെന്റ് സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അതാണ് തന്നെ വീട്ടിൽ എങ്ങനെയാണ് ഈ ഒരു വീട് റിനോവേറ്റ് ചെയ്യാണ്ട് അമ്മ പഞ്ചായത്തിനെ സമീപിച്ചത്, അതിനെക്കുറിച്ച് ഇവൻ അറിയത്തില്ല. സത്യം പറഞ്ഞാൽ വീട്ടിലൊരു കാര്യം ഇവൻ അറിയില്ല. ഇവൻ ഈ വ്ലോഗ് എടുക്കാണ്ട് ഇവനെ സഹായിക്കുന്ന ആളോടാണ് ചോദിക്കുന്നത് വീടിന് എത്ര സെന്റ് സ്ഥലമുണ്ട്, വീടിരിക്കുന്ന എത്ര സെന്റ് സ്ഥലത്തിലാണ്, അതേപോലെ തന്നെ പഞ്ചായത്തിൽ ഉമ്മ എന്താണ് എഴുതി കൊടുത്തത്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇവൻ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവന് വീടുമായിട്ടൊരു ബന്ധമില്ല. ഇപ്പൊ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ വീടും വീട്ടുകാരെയും എല്ലാം കൂടി കൊണ്ടുവരികയാണ് ഇതിനകത്തോട്ട്. എന്നാൽ ഇവന്റെ ഉമ്മയും സഹോദരനും ഒന്നും ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല. അതിന് പകരം ഇവന്റെ വീടാണ് ഇവൻ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിന്നോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഇടയ്ക്കൊക്കെ. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ എനിക്കറിയാം. ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഇതിനെക്കുറിച്ച് എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, വീടിന്റെ വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാടക എത്ര രൂപയാണ് എന്നോട് ചോദിച്ചാൽ എനിക്ക് അത് കൃത്യമായിട്ട് അറിയാം. 7,000 രൂപ.
അതാണ് കാര്യം. വീട്ടിലോട് മിക്കവാറും ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ ടൈമിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് വീട്ടിലോട് പച്ചക്കറി മുതൽ അരി വരെയുള്ള സാധനങ്ങൾ ഞാനും മേടിക്കാറുണ്ട്, അനിയനും മേടിക്കാറുണ്ട്. അതാണ് കാര്യം. ഞങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ ചിലവുണ്ട്. വാടക 7,000 രൂപ, ലോൺ 4,000 രൂപ, അതുകൂടാതെ ഒരു പലിശക്കാർക്ക് 1,000 രൂപ, കൂടാതെ നെറ്റിൻ്റെ ചാർജ് 475 രൂപ, ഫോൺ 4 റീചാർജ് ചെയ്യണം. അതായത് എനിക്ക് 2 സിമ്മുണ്ട്. ആ 2 സിമ്മിൻ്റെയും കൂടി ഒരെണ്ണത്തിന് 199 രൂപ, ഒരെണ്ണത്തിന് 147 രൂപ. എൻ്റെ അമ്മയുടെ ഫോണിന് ഞാൻ റീചാർജ് ചെയ്യുന്നത് 147 രൂപയ്ക്ക്, എൻ്റെ അനിയൻ്റെ ഫോണിന് 199 രൂപയ്ക്ക്, അതുകൂടാതെ 61 രൂപ എക്സ്ട്രാ റീചാർജും കൂടി ചെയ്ത് അവന് കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഓൾ ടോട്ടൽ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ നീ നിന്റെ വീട്ടിലെ കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിക്കുക. കാരണം നീയാണ് ആ വീട്ടിലെ മൂത്ത കുട്ടി. അതുകൊണ്ടാണ് പറയുന്നത്, മൂത്ത മക്കൾക്ക് കുറച്ചൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ചൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നീ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക, വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച്. അല്ലാതെ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരോട് ചോദിച്ചിട്ടല്ല നിന്റെ വീട്ടിൽ എന്ത് കാര്യം നടക്കുന്നു എന്ന് നീ മനസ്സിലാക്കേണ്ടത്. അവിടെ തന്നെ നീ വൻ പരാജയമാണ് ഒരു മകൻ എന്ന രീതിയിൽ. എന്നാലും ബാക്കി കൂടി നമുക്ക് കാണാം. ഇവിടെ ചിലപ്പോ ഉമ്മ കിടക്കും, അല്ലെങ്കിൽ അനിയൻ കിടക്കും, പിന്നെ അല്ലെങ്കിൽ അനിയൻ ആ റൂമിൽ കിടക്കണ്ട. ഇത് ഉമ്മാന്റെ റൂമാട്ടാ. ഇത് ഉമ്മാന്റെ റൂമാ. ഉമ്മാന്റെ റൂമാ. ഞാൻ കുറേ ഇതെല്ലാം കയറിട്ട് ഇതൊക്കെ നോക്കിയാണ്ട. വീടൊന്നും ശരിക്കും ഇങ്ങനെയല്ലേനും, പിന്നെ മൊത്തം ചെതലും ഇതല്ലേനും. പക്ഷെ ഇപ്പൊ കമ്പീന്റെ ഓടിട്ടോണ്ട് എന്താക്കി, ലേറ്റ് വേണോ, കമ്പീന്റെ ഓടിട്ടോണ്ട് അപ്പൊ കുറച്ച് നിവർന്ന് നിന്നതാ. പക്ഷെ മൊത്തം കട്ടയാണ്. എപ്പൊ പൊട്ടിയോന്നും അറിയില്ല. പൊട്ടിയോന്നില്ല അല്ലേ. ഈ വീട് പുറമെ നോക്കുമ്പോഴത്തേക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പല ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ്. കുറേയൊക്കെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന മേളിലത്തെ മച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കി പറിച്ച് കളഞ്ഞിട്ട് പകരം ഫ്രീ ആയിട്ട് ഇടുവാണെങ്കിൽ ഈ വീട് കുറച്ച് നാളും കൂടി ഉപയോഗിക്കാം. പക്ഷേ നിനക്കിപ്പോൾ സ്വന്തമായിട്ട് നല്ല റവന്യൂ കിട്ടുന്ന ഒരു ചാനലുണ്ട്. അതിൻ്റെ ആഡ്സൻസ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇന്നലെ നിഹാദ് പബ്ലിഷ് ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, നിഹാദിൻ്റെ പഴയ ഒരു ചാനലായിരുന്നു നിനക്ക് തന്നിരുന്നത്. അതിൻ്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം മാറ്റി നിന്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിനക്ക് 29,000 രൂപ അത്രയാണ് നിനക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട്. ആ ക്യാഷൊക്കെ തന്നെ കൂട്ടി വെച്ചാൽ മതി. നീ ഒരു 2-3 മാസം സ്ട്രീം ചെയ്യുന്ന ക്യാഷ് മാത്രം കൂട്ടി വെച്ചാൽ മതി. നിന്റെ വീടിന്റെ വിഷയങ്ങളെല്ലാം മാറാണ്ട് നിന്റെ ഉമ്മാനെ സഹോദരനെ നിനക്ക് സംരക്ഷിക്കാണ്ട് ഇത് കൃത്യമായ രീതിയിൽ യൂസ് ചെയ്താൽ മതി. പക്ഷേ യൂസ് ചെയ്യണം. കാരണം നീയൊക്കെ കാണിക്കുന്ന കുറേ അധികം തോന്നിവാസങ്ങളെ കുറിച്ച് ഇന്നലെ നിഹാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിനകത്ത്. കുറച്ചധികം വിഷ്വൽസും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വിഷ്വൽസ് എല്ലാം കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ അത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. ബാക്കി നീയൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അപ്പൊ നമുക്ക് ഇന്നലെ നിഹാദിന്റെ ലൈവിനകത്ത് പറഞ്ഞ ഒരു ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ സാധനം എത്തിക്കേണ്ടടുത്ത് എന്തായാലും എത്തിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ 100% ഉറപ്പ് വരാം, നടപടി ഉണ്ടാകും. ഞാൻ കള്ളൻ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, വീഡിയോ എല്ലാം വീഡിയോ കാണിക്കാം. ഞാൻ പറയുന്നത് ചാവട്ടെ, എല്ലാം ചാവട്ടെ. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവന്മാർ ഇത് എപ്പെങ്കിലും പുറത്ത് വിടേണ്ട വന്നു കഴിഞ്ഞാൽ ഇവന്മാർ ഏത് ഫോൾഡറിലാ മുഖം ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്യാത്ത വേർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്, സാമാനവും ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം. ഓക്കെ, ഇവനും ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ, കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ്. അപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ അത് വെക്കുന്നില്ല, മറ്റൊന്നുമല്ല, ആ ഒരു ദൃശ്യം നമ്മൾ ഇവിടെ വെക്കണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ആ ദൃശ്യങ്ങൾ അടങ്ങുന്ന വീഡിയോ ആണ് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ നിഹാദിന്റെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നിഹാദ് ബന്ധപ്പെട്ട അധികാരികൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് അങ്ങ് കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ പേര് എനിക്ക് ഇത് സ്ട്രൈക്ക് അടിച്ചെന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. എന്നാൽ ഈ ഒരു വീഡിയോയും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ സേഫായിട്ട് തന്നെ എൻ്റെ കൈവശം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു നിഹാദ് പറഞ്ഞ ഇത്രയും ഭാഗത്ത് ബൈറ്റ് അത് കൃത്യമായ രീതിയിൽ ഞാൻ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തമ്മിൽ ആയിക്കൊള്ളുക. എന്തായാലും ഈ ഒരു തെളിവ് ഇനിയിപ്പോൾ നിഹാദ് സബ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും മമ്മൂൻ്റെയൊക്കെ ഭാവി എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ കാണിച്ചത് അത്രത്തോളം വലിയ തോന്നിവാസങ്ങളാണ്. നിങ്ങൾ ആ സാധനം ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അങ്ങനെയല്ല ഈ പറഞ്ഞ ആളുകൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ച തോന്നിവാസങ്ങളെ കുറിച്ചും വിശദമായിട്ട് ഈ പറയുന്ന നിഹാദ് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ വീഡിയോസും വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇതൊന്നും അങ്ങനെ നിസാരവൽക്കരിച്ച് കളയാവുന്ന സാധനങ്ങളല്ല. വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിക്കുക. അപ്പോൾ ശരിയാണ്.